പേടി തീർന്നില്ലേ? ഇനി വലിയ നമ്പരൊക്കെ പഠിച്ച് മിടുക്കത്തിയാവണം. കിടന്നോളൂ. വിളിക്കുന്നു. ആര്? മാനേജർ സാബ്. എന്നെയോ? ജാനു, നീയും വാ. തുണക്കാളൊന്നും വേണ്ട, ആ പെണ്ണവിടെ കിടന്നോട്ടെ. വേഗം വാ. ദുഃഖങ്ങൾക്കിന്ന് ഞാൻ അവധി കൊടുത്തു, സ്വർഗത്തിൽ ഞാനൊരു മുറിയെടുത്തു. ദുഃഖങ്ങൾക്കിന്ന് ഞാൻ അവധി കൊടുത്തു, സ്വർഗത്തിൽ ഞാനൊരു മുറിയെടുത്തു. ജാനു, നീ ഉറങ്ങിയില്ലേ? എനിക്ക് പേടിയാവുന്നു. എന്തു പറ്റി? ലക്ഷ്മി എടുത്തില്ലേ? ലക്ഷ്മി എടുത്ത് വിളിച്ചോണ്ടുപോയി, വന്നിട്ടില്ല. ആര് വിളിച്ചു? മാനേജർ പറഞ്ഞിട്ടൊരാള്. ജാനു, പോയി കിടന്നോളൂ. പേടിക്കണ്ട, ഞാനിവിടെ ഉണ്ടാവും. പോയിക്കോളൂ. ഞാൻ ജാനുവിന് തുണക്ക് നിന്നതാണ്. എനിക്ക് പോയി കിടന്നോളൂ. ലക്ഷ്മി എടുത്തി, എന്റെ ഹെയർപിൻ എവിടെ? അവിടെ ഇരിക്കുന്നു. നാനോ എടുത്ത് വേഗം മാട്ടെ, അടുത്ത എന്റെ നമ്പറാണ്. കഴിഞ്ഞു കൂട്ടി. ഒരാളെ
നന്നായി ഡ്രസ്സേക്ക് മാത്രമാണ് നിങ്ങളുടെ ജോലി. ഒന്ന് വേഗം വന്ന് സഹായിക്കുന്നുണ്ടോ? ഇതാ വരുന്നു വനജെ, ഒരു സെക്കൻഡ്. അത് തിരുമണ്ട, ഇസ്തിരി ഇട്ടാ മതി. ലക്ഷ്മി അടുത്ത് മുമ്പ് ട്രെപ്പീസിൽ കളിച്ചിരുന്നല്ലേ? ലക്ഷ്മി അടുത്ത് ഓൾറൗണ്ടർ ആയിരുന്നു. ഹൈവേറിലെ കപ്സാസ് നമ്പർ ആദ്യം കാട്ടിയത് ലക്ഷ്മി അടുത്താണ്. ഇപ്പോഴും റിങ്ങിലൊന്ന് കയറിയ കൊള്ളാമെന്ന് തോന്നുന്നുണ്ടോ ലക്ഷ്മി അടുത്തി? വനജെ, ഞങ്ങളുടെ നാട്ടിൽ പറയാറുണ്ട്, പഴുക്കപ്പിലാവിലെ വീഴണ കണ്ട് പച്ചപ്പിലാവിലെ ചിരിക്കരുതെന്ന്. പണ്ട് മാനേജറുടെ പെറ്റായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ശരിയാ? എനിക്കറിഞ്ഞൂടാ. പുതിയ പുതിയ പെൺകുട്ടികൾ വരുമ്പോൾ യമാന്മാർക്ക് പുതിയ പുതിയ പെറ്റുകൾ ഉണ്ടാവും. നമ്മളിതൊക്കെ കാണുന്നതല്ലേ? ലക്ഷ്മിയടുത്ത് കിടന്നില്ലേ? ഇല്ല, കിടക്കായി. ഉറക്കം വന്നില്ല എനിക്ക്. വെളിച്ചം കണ്ടപ്പോ വെറുതെ ഇങ്ങോട്ട് വന്നു. എന്താ ലക്ഷ്മിയടുത്തേക്ക് എപ്പോഴൊരു ആലോചന? ഒന്നുമില്ല. ഞങ്ങൾക്കുള്ള സൗകര്യം ലക്ഷ്മിയടുത്തേക്ക് ഇല്ലല്ലോ എന്ന് വിചാരിക്കുമ്പോ ഓ, സാരമില്ല. നിനക്കിപ്പോ നല്ല പേരാണ്. എല്ലാവർക്കും നിന്നെ വലിയ കാര്യമാണ്. എനിക്ക് സന്തോഷായി. പനിക്കുന്നുണ്ടല്ലോ ലക്ഷ്മിയടുത്തെ? വൈകുന്നേരമായ ഇത്തിരി കുളിരും പനിയും വരും. സാരമില്ല. പനി വെച്ചിട്ടാ തേക്കലും തുടക്കലും തിരുമ്പലും ഒക്കെ? പറഞ്ഞില്ലേ? ആരോട്? കിടന്നോളൂ. മരുന്ന് വാങ്ങിക്കണമെന്ന് ഞാൻ ചന്ദ്രേട്ടനോട് പറയാം. ലക്ഷ്മിയടുത്ത് കിടന്നോളൂ. രാത്രിയിൽ എന്തിനാ പുറത്തിട്ട് നടക്കണേ? വെറുതെ ലക്ഷ്മിയടുത്തിന്റെ അടുത്തിരുന്നു. പാവം, സുഖമില്ല, പനിയാ. എന്നിട്ടും പുലരുമ്പോ തൊട്ട് പാതിര വരെ പണിയാ. ഒന്ന് ആരോടെങ്കിലും പറയൂ. ഞാൻ ആരോട് പറയാൻ? ജാനു പറഞ്ഞാൽ ചിലപ്പോ പ്രൊപ്പറേറ്ററോ മാനേജറോ കേൾക്കും. ജാനു ഇപ്പോ ടോപ്പ് സ്റ്റാർ അല്ലേ? കളിയാക്കണ്ട. പുതിയ നോട്ടീസ് കണ്ടില്ലേ? ജാനുവിന്റെ ബ്ലോക്കല്ലേ വലുതാക്കി കൊടുത്തിരിക്കുന്നത്. ഓ, അതുകൊണ്ട് സ്റ്റാർ ആയെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ജാനു നാളെ നമുക്കൊന്ന് പുറത്തു പോകാം. പെൺകുട്ടികൾ പുറത്തു പോകാൻ പാടില്ലെന്നല്ലേ നിയമം? ഷോപ്പിങ്ങിനാണെന്ന് പറഞ്ഞാൽ മതി. 1 മണിക്കൂറിന് പുറത്തു പോകാൻ ഇതെന്താ, ജയിലാണോ? ഇത് ചോദിക്കേണ്ടത് പ്രൊപ്പറേറ്ററോടാണ്. ഇങ്ങനെ തന്നെ ചന്ദ്രേട്ടൻ ചോദിക്കണം. ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി. ചോദിക്കൂ. ഷോപ്പിങ്ങിന് ജാനുവിന്റെ കൂടെ പോകണമെന്ന് പറഞ്ഞോളാം, പ്രയാസമില്ല. അപ്പൊ ലക്ഷ്മിയടുത്തേക്ക് സുഖമില്ലാത്ത കാര്യം കൂടി പറഞ്ഞൂടെ? ട്രിപ്പീസിലും സ്പ്രിംഗ് മീറ്റിലും ഒക്കെ ഇപ്പൊ ചന്ദ്രേട്ടനല്ലേ ലീഡർ?
മടങ്ങണ്ടേ? ഷോപ്പിങ്ങിനെന്നും പറഞ്ഞു പോന്ന മടങ്ങി ചെല്ലുമ്പോ ബാറ്റ് കൊണ്ട് കഷ്ടിച്ച് 2-3 ഡ്രസ്സായി. സ്വന്തം ആവശ്യത്തിന് പോലും തികയില്ല. മാനേജരോട് 50 രൂപ ചോദിച്ചു. സത്യത്തിൽ എന്തെങ്കിലും വാങ്ങിത്തരണമെന്ന് മോഹമുണ്ടായിരുന്നു. എനിക്കൊന്നും വേണമെന്ന് തോന്നിയിട്ട് പറഞ്ഞതല്ല. ശമ്പളക്കാര്യം പറയുമ്പോഴൊക്കെ പ്രൊപ്പറേറ്ററുടെ ആലോചനയിലുണ്ടെന്നാ മറുപടി. ഇരട്ടി ശമ്പളവും 3 കൊല്ലത്തെ കോൺട്രാക്റ്റും കൊടുത്ത വെസ്റ്റിയിൽ നിന്ന് ഭാസ്കരനെ വിളിച്ചു വരുത്തുന്നത്. അത്ര വലിയ ആളാണോ? എന്തോ എല്ലാവരും പറയുന്നുണ്ട് ഭയങ്കരനാണെന്ന്. ഡെയർ ഡബിൾ ഭാസ്കരൻ എന്നാണ് ടൈറ്റിൽ. ഞാൻ കേട്ടിട്ടില്ല. ഏതായാലും ആ നമ്പർ 1 പോക്രിയാണ്, എത്ര കേവനായാലും. കുറച്ച് പോക്കരത്തിലുള്ളവർ വേണം നമ്മുടെ കൂട്ടത്തിലെന്ന് തോന്നും ചിലപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ കണ്ടാൽ. പോക്രിത്തരം വേണ്ട സ്ഥലത്തായിക്കോട്ടെ. ചന്ദ്രേട്ടൻ ഏതായാലും വരണയാളെ ഇപ്പോഴേ പേടി തുടങ്ങി. എനിക്കെന്തിനാ പേടി? ചന്ദ്രേട്ടന്റെ സ്ഥാനം പോവുന്നു, അതല്ലേ സത്യം. എന്റെ സ്ഥാനം ആര് വേണമെങ്കിൽ വന്നോട്ടെ. നമ്മുടെ ശമ്പളം നിശ്ചയിച്ച് പിന്നെ മാസ്റ്റർ എന്തെങ്കിലും പറഞ്ഞു. ഒരു ഫാമിലി ക്വാർട്ടേഴ്സിനെ പറ്റിയാണ് ഞാനെപ്പോഴും ആലോചിക്കാറ്. എന്റെ മോഹങ്ങൾ പറയാൻ സമയമായിട്ടില്ല. ഞാനും ഒന്നും ആലോചിക്കാറില്ല. ഇപ്പൊ സുഖമില്ലാത്ത ലക്ഷ്മിയടത്തെ പറ്റിയാണ് ആലോചന. അവര് പറയാറുള്ളത് പോലെ വിധിച്ചത് വരും. വലിയ കമ്പനി നടത്തിയ മാസ്റ്റർ ഇപ്പോൾ കൂലിപ്പണിക്കാരനായി. നമുക്ക് മടങ്ങാം. സമയമുണ്ട്. എന്തിന്? അടുത്ത ആഴ്ച അലവൻസ് കിട്ടുമ്പോൾ എന്തെങ്കിലും വാങ്ങിത്തരാം. എനിക്കൊന്നും വേണ്ട. ഷോപ്പിങ്ങിനെ പറ്റി വനജ ചന്ദ്രി ചോദിച്ചാലല്ലേ. എനിക്ക് വേണ്ടത് കണ്ടുകിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞോളാം. റാവുജിയുടെ കയ്യിൽ നിന്ന് ഒരു കമ്പിളി കെട്ടി. പ്രൊപ്പറേറ്റർ മാനേജറെ കാണാൻ പറഞ്ഞു. മാനേജർ ചൊക്കരെ വിളിച്ച് 5-6 അനാസിന് വാങ്ങിക്കൊടുക്കാൻ കൽപ്പിച്ചു. 4 ദിവസം റെസ്റ്റ്, 5-6 അനാസിന്. ഈ കൂടാരത്തില് ദേവ് തീരല്ലെന്ന് പറഞ്ഞിടല്ലോ. അപ്പോൾ ജാനുവിനെ കണ്ടില്ല. ചന്ദ്രനും ജാനും ഷോപ്പിങ്ങിന് പുറത്തുപോയി. ഞാൻ അറിഞ്ഞില്ല. അവർക്ക് ഡോക്ടറെ കണ്ട് വിവരം പറഞ്ഞ് വല്ല മരുന്നും വാങ്ങിക്കായിരുന്നു. സാരമില്ല മാസ്റ്റർ. പുതിയ ആൾക്കാരെ വരുത്തുന്നു, പുതിയ ഐറ്റംസ് വരുന്നു. മാഷ് അറിഞ്ഞില്ലേ? കമ്പനി ഇനിയും വലുതാവട്ടെ. വലുതായപ്പോൾ നമ്മൾ ബി ക്ലാസ്സിൽ നിന്ന് സി ക്ലാസ്സിലെത്തി. ഇനിയും വലുതാകുമ്പോഴോ? ലക്ഷ്മി, റാവുവിന്റെ അടുത്ത് ചന്ദനവും കളവും ഉണ്ട്. അത് കുറച്ച് നെറ്റിയിൽ നനച്ചിട്ട് തരട്ടെ? വേണ്ട, സാരമില്ല. നാനോട്ടും പൊയ്ക്കോളൂ. പണിയെടുക്കാതിരുന്നു എന്ന് ആളുകൾ കുറ്റം പറയണ്ട. എന്തെങ്കിലും വേണേല് ഞാൻ നാണി എടുത്ത് പറഞ്ഞയക്കാം. നാനു, പുതിയ ഇലക്ട്രീഷ്യൻ വന്നപ്പോ നമ്മുടെ ജോലി മാറി. പിന്നെ ഭാസ്കരൻ വന്നിട്ടുണ്ടത്രേ. സീറ്റ് ഒരിഞ്ച് താത്തോ. ശരി സാർ. ഗുഡ്, വെരി ഗുഡ്. ഇനി എല്ലാവരും മോട്ടോർ സൈക്കിളിന്റെ പോലെ ജീപ്പ് ജമ്പാകും കേട്ടോ ഭാസ്കരൻ. ഞാൻ റഷ്യൻ സ്പ്രിംഗ് ചുട്ടപ്പോൾ എല്ലാവരും അത് തുടങ്ങി. ഞാൻ ഹിപ്പവിന് വാങ്ങിയപ്പോൾ ശങ്കരനും കണാരനും അത് വാങ്ങി. ആരെങ്കിലും തുടങ്ങണമല്ലോ, അപ്പൊ എല്ലാവരും ഒപ്പമെത്താൻ നോക്കും. അതാണല്ലോ സർക്കസ് ബിസിനസ്. അതെ അതെ. മാനേജർ, ഭാസ്കരന്റെ ജീപ്പ് ജമ്പ്, ഹ്യൂമൻ ക്യാനൻ ബാൾ, ബ്ലാക്ക് ടൈഗർ, ഇവ എല്ലാം ചേർത്ത് ഒരു പുതിയ നോട്ടീസ് അടിക്കണം. ഭാസ്കരന്റെ ബ്ലാക്ക് ഉണ്ടും കേട്ടോ. പിന്നെ ലോക്കൽ 2 പത്രങ്ങളിലെ ഓരോ പുതിയ പരസ്യവും. വരൂ ഭാസ്കരൻ.
ഇരിക്കൂ ഭാസ്കരൻ. ഇതാ പോസ്റ്റ്. ജാനകി. ഇതുവരെ 4 കത്തുകൾ അയച്ചിട്ടും മറുപടി കാണാത്തതിൽ വ്യസനിക്കുന്നു. അമ്മയുടെ സുഖക്കേടിന് ഒരു കുറവുമില്ല. ഇവറ്റുകളുടെ വീട്ടുകാർക്ക് എപ്പോഴും പരാതി പറയാനേ നേരമുള്ളൂ ഭാസ്കരൻ. കത്ത് കൊടുത്താൽ അഡ്വാൻസ് നിൽക്കൂ. ചിലപ്പോൾ ഈ കേരളത്തിൽ വരിയേ വേണ്ടെന്ന് എനിക്ക് തോന്നാറുള്ളൂ ഭാസ്കരൻ. ബന്ധുക്കൾക്ക് ഫ്രീ പാസ്, പിന്നെ മെസ്സിന് ചാപ്പാട്. ഇത് റാവുവിനാണ്. റാവുവിടെ കൂട്ടിനകത്ത് തന്നെ ഉണ്ട്. റാവു എന്ത് ചെയ്തിട്ടും ഒരു രക്ഷയുമില്ല. പിന്നെ എന്തുകൊണ്ട് എന്നോട് താൻ ഇതുവരെ പറഞ്ഞില്ല? തിന്നുന്നില്ലേ? ഇന്നലെ ഇട്ടത് തന്നെ തൊടാതെ കിടക്കുകയാണ്. എണീറ്റ് നിൽക്കുന്നില്ല. ട്രെയിമാനെ വെട്ടിച്ച് ഞാൻ വാങ്ങിയ ബ്ലാക്ക് പാന്തർ. എരുമകളെയും പശുക്കളെയും നോക്കുന്ന ഇവിടുത്തെ വെറ്റനറി ഡോക്ടർമാർക്ക് എന്തോന്നറിയാനാ? മദ്രാസിൽ വിളിക്കേ, നല്ല ഒരു എക്സ്പോർട്ടിനെ കോയമ്പത്തൂർ ഫ്ലൈറ്റിൽ വരെ ഏർപ്പാട് ചെയ്യേ. 25,000 വകയാണ്. അതിലേറെ എന്റെ പ്രസ്റ്റീജ്. ഞാൻ ഇവിടെയല്ല ഒന്ന് നടന്നു കാണട്ടെ. ആ പോയിട്ട് വരൂ. എന്താ കുമാര? പിന്നെ ആളുകൾ അധികമായി, മൃഗങ്ങളും അധികമായി, ഉള്ള സൗകര്യമൊക്കെ കൊണ്ട് തൃപ്തിപ്പെടണം. എന്റെ കാര്യമല്ല, ലക്ഷ്മിക്ക് തീരെ സുഖമില്ല. അയ്യോ, ചതിച്ചോ? ഇന്നലെ വനജ ട്രിക്ക് ചെയ്തപ്പോ ഒന്നും കണ്ടില്ല. ഇപ്പൊ കൂട്ടത്തിൽ ബെസ്റ്റവളാണ്. കുതിരയുടെ കാര്യമല്ലേ പറഞ്ഞത്. എന്റെ കൂട്ടത്തിൽ ലക്ഷ്മി പനി വിടുന്നില്ല. പ്രസ്റ്റീജ് പബ്ലിസിറ്റി കൊടുത്ത കരിമ്പുലിയുടെ സോക്കേട് നോക്കാൻ ഒരാളെ കിട്ടാതെ ലോകം മുഴുവനും ഞാൻ ടെലിഫോൺ വിളിക്കുകയാണ്. 3 ദിവസമായി അത് ആഹാരം കഴിച്ചിട്ട്. അതിനിടയ്ക്കാണ് തന്റെ ലക്ഷ്മിയുടെ ജലദോഷവും പനിയും. താനൊരു കമ്പനി നടത്തിയ ആളല്ലേ, എന്റെ ബേജാർ തനിക്ക് ഒഴിക്കരുതോ? വന്നിരിക്കുന്ന ഒരു സോക്കേടും കൊണ്ട്